നമസ്തേ കുട്ടികളെ, ഹിന്ദി A+ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിരന്തരം ഫോൺ കാണുന്നത് കൊണ്ട് വലിയ വലിയ വീഡിയോസൊക്കെ കാണാൻ നമുക്ക് സമയമല്ല. നമ്മൾ അങ്ങനെയായി തീർന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയായി തീർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം A+ വാങ്ങണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഡീപ്പായി പഠിക്കണം, സമയം എടുത്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം കുറയ്ക്കാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ഈ പാഠത്തിനെ രണ്ട് പാർട്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് മൊത്തത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തിൽ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പുതിയൊരാൾ കൂടി വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അറിയാം, ഭർത്താവുണ്ട്, ഭാര്യ, മക്കൾ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരു യുവതി കൂടി വന്നു ചേർന്നു. യുവതിയുടെ കയ്യിൽ എന്തോ ഒരു തുണിയുടെ കെട്ടുണ്ട്. ഭാര്യയുമായിട്ട് എന്തോ സംസാരിക്കുന്നു. ചെറിയ മോള് എന്തോ ആകാംക്ഷയോടെ വന്നു നോക്കുന്നു. പക്ഷേ ഈ ഭർത്താവിൻ്റെ മുഖം അത്ര സന്തോഷത്തോടെയല്ല. അദ്ദേഹം എന്തോ ഒരു പ്രയാസത്തിൽ, അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തോ ഒരു പന്തികേട് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഭർത്താവ് ഒരു ഇഷ്ടമല്ലാത്ത പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതാണ് ഈ പാഠമെന്ന് പറയുന്നത്. നോക്കാം. ആ യുവതി ഈ ഭാര്യൻ്റെ അടുത്ത് വന്നു. ദീദി, ചേച്ചി, ജമ്മു കി ഷാൾ ലേലോ, ജമ്മുവിലെ ഷാൾ എടുത്തോളൂ, ബഹുത്ത് ബഡിയാ ഹെ, വളരെ നല്ലതാണ്. ഷാള് കച്ചവടം ചെയ്യാമെന്നൊരു യുവതിയാണ്. രംഗ് ബിരങ്കി ഷാളോങ്ക, പല നിറത്തിലുള്ള ഷാളുകളുടെ, ഭാരീ ഗഠർ, കനമുള്ള കെട്ട്, ഉടായെ, എടുത്തുകൊണ്ട്, ഏക്ക് സാമ്പലി, ഒരു ഇരുനിറമുള്ള, സലോനി, സുന്ദരിയായ, കജരാരി ആങ്കോം വാലി, കൺമഷിയിട്ട കണ്ണുകളുള്ള യുവതി, പത്നിക്കോ, ഭാര്യയെ, ഇസരാർ കർണേലകി, എന്താ പറയുക, ഇഷ്ടപ്പെടുത്താൻ തുടങ്ങി, ആഗ്രഹമുണ്ടാക്കാൻ തുടങ്ങി. ഇസരാർ കർണ ഇമ്പോർട്ടൻസ് ആണ്. ആഗ്രഹ് കർണ, ഞാനൊരു 3 തവണ പറയാം. ഇസരാർ കർണ, ആഗ്രഹ് കർണ, ഇസരാർ കർണ, ആഗ്രഹ് കർണ. നോട്ട് ചെയ്ത് വെക്കണേ എല്ലാവരും. അപ്പോൾ ഇഷ്ടപ്പെടുത്താൻ തുടങ്ങി, ആഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ ചോദിച്ചു, കിതനെ കി ഹേ, എത്രയാണ്? യുവതി പറഞ്ഞു, 2800 की, 250 രൂപ. ഷാൾ ഒന്നിന് പെർ പീസ് 2800 की, ഒരു പീസിന് 250 രൂപ. ഭാര്യ പറഞ്ഞു, ഇത്തി മഹങ്കി, ഇത്രയും കൂടുതലോ? യുവതി മറുപടി പറഞ്ഞു, ജ്യാദാ പീസ് ലോഗി തോ, കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ കം കർ ദൂങ്കി, കുറച്ചു തരാം. അധികം പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചു തരാം. ഭാര്യന്റെ മറുപടി, മുജേ ദുക്കാൻ കോൽനി ഹേ ക്യാ, എനിക്കെന്താ കട തുറക്കാനുണ്ടോ? ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട, കോൽന തുറക്കുക. മുജേ ദുക്കാൻ കോൽനി ഹേ ക്യാ, എനിക്കെന്താ കട തുറക്കാനുണ്ടോ? അപ്പം ഒരു അനുനയ ഭാവത്ത്, അങ്ങനെ പറഞ്ഞപ്പോൾ അത് കച്ചവടമാണല്ലോ, ഒരു അനുനയ ഭാവത്ത് പറഞ്ഞു, ലേലോന, എടുക്കുന്നില്ലേ ചേച്ചി? ബഹനോം, ചേച്ചി അല്ല, സഹോദരിമാർക്ക്, ബാബിയോ കേലിയെ, ഏടത്തിയമ്മമാർക്കും എടുക്കാമല്ലോ. ബാബി എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഭാര്യ, ഏട്ടൻ്റെ ഭാര്യയ്ക്ക് പറയാം ബാബി എന്നാ. അപ്പം ലേലോന, എടുക്കുന്നില്ലേ? ബഹനോം, സഹോദരിമാർക്കും ഏടത്തിയമ്മമാർക്കും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ വിലവേശൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മേനെ പത്നിക്കോ, ഞാൻ ഭാര്യയെ, ഇഷാര കിയ, ആംഗ്യം കാണിച്ചു. ഇഷാര കിയ എന്ന് പറഞ്ഞാൽ സങ്കേത് കിയ. നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻസ് വാക്കാണ്. ഇഷാര കിയ, സങ്കേത് കിയ, ഇഷാര കിയ, സങ്കേത് കിയ. മേനെ പത്നിക്കോ ഇഷാര കിയ തോ, ഞാൻ ഭാര്യയെ ആംഗ്യം കാണിച്ചപ്പോൾ, ഭാര്യയോട് ഇങ്ങനെ ഓവറായിട്ട് വിലപേശ കണ്ടപ്പോൾ അത്ര ഇഷ്ടമല്ലാത്തോടെ ഇങ്ങനെ ഒന്ന് ആംഗ്യം കാണിച്ചു. തോ ഉസ്നെ, അപ്പോൾ അവൾ, ആംഗേം തരർക്കർ, ക്രോധ് സേ, ദേഷ്യത്തോടെ, ആംഗേം തരർക്കർ ദേഖ്ന, ക്രോധ് സേ ദേഖ്ന, അതും പ്രധാനപ്പെട്ടതാണ്. ആംഗേം തയർന,
ക്രോധസേ ദേക്കിന, ആംഗ്യം തരേർന്ന ക്രോധസേ ദേക്കിന. അപ്പൊ ആംഗ്യം തരേർക്കാർ ക്രോധത്തോടെ ദേഷ്യത്തോടെ കണ്ണുരുട്ടി മുജേ ചുപ്പ് രഹിനേക്ക, എന്നോട് മിണ്ടാതിരിക്കാൻ സങ്കേതിക്കിയ, ആംഗ്യം കാണിച്ചു, ഇഷാരാക്കിയ, ആംഗ്യം കാണിച്ചു. അപ്പൊ ഭാര്യ വീണ്ടും അച്ഛ ശരി, 5 പീസ് ലൂം തോ, 5 പീസ് എടുക്കുകയാണെങ്കിൽ കിത്തനേക്കെ ദോഗി, എത്രക്ക് തരും എന്ന് ഭാര്യ ചോദിച്ചു. 200 രൂപയെ പർ പീസ്, പർ പീസ്, പീസിന് എത്രയാ 200 രൂപയെ, 200 തരാമെന്ന് പറഞ്ഞു 5 എടുക്കുകയാണെങ്കിൽ. അപ്പോൾ 200 രൂപയെ പർ പീസ് ലേ ലേന ദീദി, 200 രൂപക്ക് എടുത്തോളൂ ദീദി, ചേച്ചി. വേണ്ട 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 വേണ്ട, 100 രൂപയെ 100 ആണെങ്കിൽ പർ പീസ്, പീസ് ഒന്നിന് 100 രൂപയാണെങ്കിൽ ഞാൻ എടുക്കാന്ന് ഭാര്യ പറഞ്ഞു. ദീദി ചേച്ചി, 100 ബഹുത്ത് കം ഹേ, 100 വളരെ കുറവാണ്. ഇത്രയും കുറച്ചിട്ടാണ് ഭാര്യ പറയുന്നത്. അതുകൊണ്ടാണ് ഭർത്താവ് പുറത്തേക്ക് നോക്കി, അത്ര ഇഷ്ടമല്ലാതെ ഇങ്ങനെ ഓവർ വില പേശുന്നത് കണ്ടപ്പോൾ മൂപ്പര് പുറത്തേക്ക് നോക്കിയത്. കഹത്തെ ഹുയെ പറഞ്ഞുകൊണ്ട്, ഉസ്കാ ഗല, അവളുടെ തൊണ്ട, രൂന്തുകയ ഇടറി. ഗലാരൂന്തുകയ എന്നാല് എന്താ പറയാ, ഒരു ഒനേക്ക ആന, കരച്ചിൽ വരിക, അതും ബോർഡർസിൽ വാക്കാം. ഗലാരൂന്തു ജാന, രോനേക്ക ആന. ഗലാരൂന്തുകയ എന്നുള്ള സങ്കടം വന്നു, ഗലാരൂന്തു ജാന, രോനേക്ക ആന, അങ്ങനെ പറയുന്ന വാക്കുകൾ ഒന്നുകൂടി നോട്ട് ചെയ്ത് വെക്കണം. ഗലാരൂന്തു ജാന, രോനേക്ക ആന, കരച്ചിൽ വന്നു. നമ്മൾ പറയാ, ദീദി ചേച്ചി 100 വളരെ കുറവാണ് എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അവളുടെ തൊണ്ടയിടറി കരച്ചിൽ വന്നു. ഉസ്കി, അവളുടെ കജരാരി ആംഗയം, കൺമഷിയിട്ട കണ്ണുകൾ, ബർ ആയി, നിറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവളെ കൺമഷിയിട്ട കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ചൽ ശരി പോട്ടെ, ന തേരി ന മേരി, ന തേരി നിനക്കും നഷ്ടം വേണ്ട, ന മേരി എനിക്കും നഷ്ടം വേണ്ട. 150 പർ പീസ്, ശരി പർ പീസ്, പീസ് ഒന്നിന് 150, 150 രൂപ. അങ്ങനെ നമുക്ക് ആർക്കും നഷ്ടം വേണ്ട എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അച്ഛാ ദീദി, ശരി ചേച്ചി. യുവതി മറുപടി പറഞ്ഞു, ശരി ചേച്ചി. തീക്ക് ഹെ, ശരി. ലോ, എടുത്തോളൂ. രംഗ് പസന്ത്, പസന്ത് എന്ന ഇഷ്ടം, രംഗ് നിറം. അപ്പൊ രംഗ് പസന്ത് കർലോ, ഇഷ്ടമുള്ള നിറം എടുത്തോളൂ. രംഗ് പസന്ത് കർലോ, ഇഷ്ടമുള്ള നിറം എടുത്തോളൂ. കുച്ച് സോച്ചിത്തേ ഹുയെ, എന്തോ ചിന്തിച്ചുകൊണ്ട് ഉസ്നേഖ, അവൾ പറഞ്ഞു. എന്തോ ചിന്തിച്ചുകൊണ്ട് ഉസ്നേഖ, അവൾ പറഞ്ഞു. യുവതി പറഞ്ഞു, എന്ന് പറഞ്ഞു, ശരി ചേച്ചി, ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഗട്ടർ, കെട്ട്. പത്നി കെ സാമനെ, ഭാര്യയുടെ മുന്നിലേക്ക്. കെ സാമനെ, മുന്നിൽ. പത്നി കെ സാമനെ, ഭാര്യയുടെ മുന്നിലേക്ക്. സർക്കാദിയ, നിരക്കി വെച്ചു, നീക്കി വെച്ചു. പത്നീനെ, ഭാര്യ. 5 ഷാളേം, 5 ഷാളുകൾ. അലഗ് കർലി, മാറ്റിവെച്ചു. ഭാര്യ 5 ഷാളുകൾ അലഗ് കർലി, മാറ്റിവെച്ചു. എന്നിട്ട് മേരി ഓർ ദേഖ്, എന്റെ നേരെ നോക്കി, ഭർത്താവിന്റെ നേരെ നോക്കി. രുപ്പയെ ദേനേക്ക, പൈസ കൊടുക്കാൻ. ഇഷാരാക്കിയ, ഇഷാരാക്കിയ സങ്കേത് കിയ, ആംഗ്യം കാണിച്ചു. പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു. മൈനെ, ഞാൻ. മൈനെ, ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ പതി, ഭർത്താവ്. ചട്ട്, പെട്ടെന്ന്. ചട്ടെന്ന അചാനക്, ചട്ടിന്റെ വേറൊരു വാക്കാണ് അചാനക്, പെട്ടെന്ന്. 750 രൂപയെ, 750 രൂപ. നികാൽക്കർ, എടുത്ത്. ദേദിയെ, കൊടുത്തു. ഉസ്കെ ജാനേക്കെ, അപ്പൊ എത്ര കൊടുത്തു? മൊത്തം 5 ഷാളിനും കൂടി 750. ഓർമ്മിക്കണേ, കുൽ കിത്തനെ ദി, എത്ര കൊടുത്തു? മൊത്തം എത്ര കൊടുത്തു? 750 രൂപ, 750 കൊടുത്തു. ഉസ്കെ ജാനേക്കെ ബാദ്, അവൾ പോയതിനു ശേഷം, യുവതി പോയി, അതിനുശേഷം. രാസ്തേ ബർ, വഴി മുഴുവൻ, പോകുന്ന വഴി മുഴുവൻ. പത്നി കി സുയി, ഭാര്യയുടെ ചിന്ത. ഇസി ബാത്തു പർ, ഈ കാര്യത്തിൽ. അട്കി രഹി, തങ്ങി നിന്നു. എന്തോ ഒരു കാര്യത്തിൽ ഭാര്യയുടെ ചിന്ത ഉടക്കി നിന്നു. ഈ അട്കി രഹിന ധ്യാൻ കേന്ദ്രിത രഹി, ധ്യാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു. അതായത് ഈ യുവതി ജാനേക്ക് പോയതിനു ശേഷം പത്നിക്ക് സുയി, ഭാര്യയുടെ ചിന്ത. ഇസി ബാത്ത് പർ, ഇക്കാര്യത്തിൽ. അട്കി രഹി, തങ്ങി നിന്നു. അട്കി രഹി, ഉസ്കാ മത്ലബ് ക്യാ ഹെ? അട്കി രഹി
ധ്യാൻ കേന്ദ്രിത്, ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു, എന്തോ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പൊ എന്താ കാര്യം നോക്കിയോ. അവർ ഏക് ബാർ മേ ഹി ഒറ്റത്തവണ പറഞ്ഞപ്പോൾ തന്നെ, ഏക് ബാർ മേ ഹി ഒറ്റത്തവണ പറഞ്ഞപ്പോൾ തന്നെ 150 രൂപ മാൻഗൈ സമ്മതിച്ചു. ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 150 സമ്മതിച്ചു. ഗൽത്തിക്ക് തെറ്റുപറ്റി, എനിക്ക് മണ്ടത്തരം പറ്റി, എനിക്ക് അബദ്ധം പറ്റി, ഗൽത്തിക്ക് തെറ്റുപറ്റി. എന്താ തെറ്റുപറ്റി? തോട കുറച്ചുകൂടി, തോൽമോൽ കർണ ചാഹിയേത്ത വിലപേഷണമായിരുന്നു. നോക്കണേ, തോട കുറച്ചുകൂടി, തോൽമോൽ കർണ ചാഹിയേത്ത വിലപേഷണമായിരുന്നു. അപ്പൊ കുറച്ച് കുറയായിരുന്നല്ലോ എന്നൊരു ചിന്ത വന്നു. ഇതിങ്ങനെ ഇടക്കിടക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓർ മേരി സുയി, എന്റെ ചിന്ത, ഭർത്താവിന്റെ ചിന്ത, അതീതുമേ പാസ്റ്റിലേക്ക് പോയി അഡ്കീത്തി തങ്ങി നിന്നു. അയാളെ ചിന്ത പോയിട്ട് അവിടെ പോയി തങ്ങി നിന്നു. അയാളുടെ ശ്രദ്ധ എവിടെ പോയി? ധ്യാൻ എവിടെ കേന്ദ്രീകരിക്കപ്പെട്ടു? ശ്രദ്ധ പാസ്റ്റിലേക്ക് പോയി. എന്ത് നോക്കണേ, ഇപ്പൊ എന്റെ ശ്രദ്ധ പാസ്റ്റിൽ പോയി തങ്ങി നിന്നിരുന്നു, പാസ്റ്റിൽ പോയി ഉടക്കി നിന്നു. ആ വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് പാസ്റ്റിൽ അയാൾ ചിന്തിച്ചത്? ബേട്ടിക്കോ ഗോതുമേ വിട്ട, മകളെ മടിയിലിരുത്തി റെയിൽഗാഡിക്ക് തീവണ്ടിയുടെ കിഡ്കീസെ ജനാലയിലൂടെ ചാങ്ത എത്തി നോക്കിക്കൊണ്ട്, ഈ കിഡ്കീസെ ചാങ്ക്ത പറഞ്ഞാൽ കിഡ്കീസെ ബാഹർ ദേക്കിന, കിഡ്കീസെ ചാങ്ത ഹുവ, കിഡ്കീസെ ജനാലയിലൂടെ ചാങ്ത ബാഹർ ദേക്കുക, പുറത്തേക്ക് നോക്കിക്കൊണ്ട് മേ സോച്ചി രഹാത്ത, ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താ? മേരെ പിതാബി, എൻ്റെ അച്ഛനും, മേരെ പിതാബി, എൻ്റെ അച്ഛനും, റെയിൽഗാഡിയുമേ തീവണ്ടിയിൽ, സാമാൻ ബേച്ച്, സാധനങ്ങൾ വിറ്റ്, ജബ് തക്കേഹാരെ ക്ഷീണിച്ചവശനായി, തക്കേഹാരെ ക്ഷീണിച്ചവശനായി. ഈ ജബ് ഇത് പ്രയോഗം. ജബ് എപ്പോൾ, തക്കേഹാരെ ക്ഷീണിച്ചവശനായി, ഗറാത്തെ വീട്ടിലേക്ക് വരുന്നുവോ, തോ അപ്പോൾ. ഇത് ജബ് തോ പ്രയോഗം. ഒന്നുകൂടി പറയാ. എൻ്റെ അച്ഛനും, മേരെ പിതാവ് എൻ്റെ അച്ഛനും തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റ്, തക്കേഹാരെ ക്ഷീണിച്ചവശനായി, ഗറാത്തെ തോ വീട്ടിലേക്ക് വരുമ്പോൾ, ഉൻകി ആംഖോ മേ ബി അദ്ദേഹത്തിന്റെ കണ്ണുകളിലും, വഹീനമീത്തി ആ ആർദ്രതയുണ്ടായിരുന്നു, വഹീനമീത്തി ആ നനവുണ്ടായിരുന്നു. ക്ഷീണിച്ചവശനായി വിറ്റ് വരുമ്പോ അച്ഛൻ്റെ കണ്ണുകളിലും ആ നനവുണ്ടായിരുന്നു. ജോ അത് ആജ് ഇന്ന്, ഉസ് യുവതിക്ക് ആ യുവതിയുടെ, ഉസ് യുവതിക്ക് ആങ്കുമേത്തി ആ യുവതിയുടെ കണ്ണുകളിലും, ആങ്കോമേത്തി കണ്ണുകളിലും ഉണ്ടായിരുന്നു. ഇവിടെ കീ വരാൻ കാരണം ആങ്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. നോക്കണേ, ഇവിടെ കീ വന്ന തൊട്ട് മുമ്പുള്ളത് സ്ത്രീലിംഗമാണെന്ന് ഓർമ്മിച്ചു വെക്കണം. ഒന്നുകൂടി പറയാ. എൻ്റെ പിതാവും തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ചവശനായി വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ആങ്കോ മേ ബി കണ്ണുകളിലും, വഹീനമീത്തി ആ ആർദ്രതയുണ്ടായിരുന്നു, നനവുണ്ടായിരുന്നു. അത് ഇന്ന് ഉസ് യുവതിക്ക് ആ യുവതിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ വരാൻ സാധ്യതയുള്ള എന്താ പറയാ ആൻസറൊക്കെ നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആദ്യം ഷോർട്ട് ആൻസർ നോക്കാം. നോക്കണേ. സലോനി യുവതി, സുന്ദരിയായ യുവതി, ക്യാ ബേച്ചിനെ ആയി എന്ത് വിൽക്കാനാണ് വന്നത്? നമുക്കറിയാം എന്ത് വിൽക്കാനാ വന്നത്. ജമ്മു കി ഷാൾ, ജമ്മുവിലെ ഷാൾ വിൽക്കാനാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. യുവതി പത്നിക്കോ, യുവതി ഭാര്യയെ, ക്യോം എന്തുകൊണ്ടാണ്, ഇസരാർ കർണേ ലഗി ഇഷ്ടപ്പെടുത്താൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ് യുവതി ഭാര്യയെ, നോക്കണം, യുവതി പത്നിക്കോ ഭാര്യയെ, ക്യോം എന്തുകൊണ്ടാണ്, എന്തിനാണ്, ഇസരാർ കർണേ ലഗി ഇഷ്ടപ്പെടുത്താൻ തുടങ്ങിയത്, ആഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന്. ഓർമ്മിക്കണേ, ക്യോം ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തൊരു പ്രശ്നം നമുക്കുണ്ട്. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ഓർമ്മിച്ച് വെക്കണം. യുവതി ഭാര്യയെ എന്തിനാണ് ഇഷ്ടപ്പെടുത്താൻ, ആഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങിയത്? എന്തിനാ? ഷാൾ ഖരീദിനെ കേലിയെ, ഈ ഷാൾ വാങ്ങാൻ വേണ്ടിയാണ്. ഷാൾ അപ്പൊ ഖരീദിന വാങ്ങുക, വാങ്ങാൻ വേണ്ടി. അപ്പൊ നോക്കണേ, ബേച്ചിന വിൽക്കുക, ഖരീദിന വാങ്ങുക. ബേച്ചിന വിൽക്കുക, ഖരീദിന വാങ്ങുക. അത് ഓർമ്മിച്ചുകൊണ്ട് മാറിപ്പോവാൻ സാധ്യതയുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ. യുവതീനെ ഷാൾക്കി, യുവതി ഷാളിന്റെ കീമത്ത് വില, ക്യാ ബതായി എത്ര പറഞ്ഞു? യുവതി ഷാളിന്റെ വില എത്ര പറഞ്ഞു? പത്നീനെ കിസ്കോ ചുപ്പ് രഹിനേക്കാ, യുവതി ഷാൾക്കി, ഷാളിന്റെ കീമത്ത് വില ക്യാ ബതായി എത്ര പറഞ്ഞു? എത്ര പറഞ്ഞത്? ആദ്യം പറഞ്ഞത് 2800 രൂപയെ. 2800 എന്ന് പറഞ്ഞാൽ 250 രൂപ ആദ്യം പറഞ്ഞു. അടുത്തതോ, പത്നീനെ ഭാര്യ കിസ്കോ ആരോടാണ് ചുപ്പ് രഹിനേക്ക മിണ്ടാതിരിക്കാൻ സങ്കേതിക്കുക. ഭാര്യന്റെ അടുക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അത് ആരോടാ? പത്നി കിസ്കോ ആരോടാണ് ചുപ്പ് രഹിനേക്ക മിണ്ടാതിരിക്കാൻ സങ്കേതിക ആംഗ്യം കാണിച്ചത്? പതിക്കോ ഭർത്താവിന്. ഇനി മുജേ ദുക്കാൻ കോൽനി ഹേ ക്യാ, എനിക്കെന്താ കട തുറക്കാനുണ്ടോ? പത്നീനെ ഭാര്യ ഐസ ഇങ്ങനെ, ക്യോം എന്തുകൊണ്ടാണ്, കഹ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഷാൾ ബേച്ചിനെ വാലി യുവതി, ഷാൾ വെക്കുന്ന യുവതി പത്നീസെ ഭാര്യയിൽ നിന്ന് ജ്യാദാ ഷാൾ കൂടുതൽ ഷാൾ ഖരീദിനേക്ക വാങ്ങാനുള്ള ആഗ്രഹ് കർ രഹി തി ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കൂടുതൽ ഷാൾ വാങ്ങാനുള്ള ഖരീദിനേക്ക വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് തബ് അപ്പോൾ പത്നീനെ ഭാര്യ ഐസ കഹ ഹോഗ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി യുവതിക്കാ ഗല, യുവതിയുടെ തൊണ്ട രുന്ത് ജാനേക്ക ഇടറാനുള്ള കാരണം ക്യാ ഹോ സക്താ ഹൈ എന്താണ്? യുവതിയുടെ തൊണ്ട ഇടറാനുള്ള കാരണം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യാണ്. യുവതിയുടെ തൊണ്ട ഇടറാനുള്ള, കരച്ചിൽ വരാനുള്ള കാരണം എന്താണ്? നോക്കണേ. പത്നീനെ ഭാര്യ ഷാൾ കേലിയെ ഷാളിനു വേണ്ടി ബഹുത്ത് കം വളരെ കുറഞ്ഞ താംബതായി വില പറഞ്ഞു. തബ് അപ്പോൾ വഹ് ബാവുക് ഹോഗൈ അവൾ വികാരാധീനയായി, അവൾക്ക് സങ്കടം വന്നു. അവൾ ബാവുക് ഹോഗൈ, ആ വാക്ക് ഓർമ്മിക്കണേ. വഹ് ബാവുക് ഹോഗൈ അവൾ ഭാവുക് വികാരാധിയായി. എന്നിട്ടോ ആങ്കേം ബറായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. യഹാം ഇവിടെ യുവതിയുടെ ആർത്തിക് പരേശാനി സാമ്പത്തിക വിഷമതകൾ പ്രകട് ഹോ ജാത്തി ഹേ പ്രകടമാകുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ കരഞ്ഞത്. ഈ 2 ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. വലിയ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം. അടുത്തത് പുരുഷ് പാത്ര കെ പിതാജി, ഈ പുരുഷ കഥാപാത്രത്തിന്റെ അച്ഛനും യുവതിയും തമ്മിൽ കോൺസി സമാനത ഹോ സക്തി ഹെ എന്ത് സാമ്യതയാണുള്ളത് ചോദിക്കുന്ന സാധ്യതയാണ്. പതി കെ പിതാജി ബി ഭർത്താവിന്റെ അച്ഛനും ഉസ് യുവതി കെ സമാൻ ആ യുവതിയെപ്പോലെ റെയിൽഗാഡിമേ തീവണ്ടിയിൽ സാമാൻ ബേച്ചുകർ സാധനങ്ങൾ വിറ്റിട്ട് ജീവൻ ഗുജാർത്തേത്തെ ജീവിതം ചിലവഴിച്ചിരുന്നു, ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നു. രാത്തുക്കോ രാത്രി ജബുവേ അദ്ദേഹം തക്കേഹാരെ ക്ഷീണിച്ചവശനായി ഗറാത്തേത്തോ വീട്ടിലേക്ക് വരുമ്പോൾ ഉൻകി ആങ്കോ മേബി അദ്ദേഹത്തിന്റെ കണ്ണുകളിലും വഹി നിരാശ ആ നിരാശയും ദുഃഖിക്കി നമി ദുഃഖത്തിന്റെ ആർദ്രതയും ഉണ്ടായിരുന്നു. ദോനോം പരിവാർക്കെ 2 കുടുംബങ്ങളുടെയും ആർത്തിക് സങ്കട് സാമ്പത്തികമായ പ്രയാസങ്ങളും അസഹായത നിസ്സഹായ അവസ്ഥയും യഹാം പ്രകട് കർത്തിഹായും ഇവിടെ പ്രകടമാകുന്നു. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇത് ഏതൊക്കെ തമ്മിൽ യോജിച്ച് ഏറ്റവും ശരിയായത് ഗ്രൂപ്പ് എടുക്കണം, നമുക്ക് തിരഞ്ഞെടുക്കണം. അത് നേരത്തെ ഞാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞു നോക്കണേ. പിന്നെ 1 നമുക്കിനി ശരിയിട്ട് പോവാം. 1, 2, 3, 4. ഒന്നാമത്തത് ഇസരാർ കർണ. എന്താ ഇസരാർ കർണ? ഇസരാർ കർണ ആഗ്രഹമുണ്ടാക്കുക, ആഗ്രഹ കർണ. അപ്പൊ 1 ഉത്തരം എന്താ? ആഗ്രഹ കർണ. ഇസരാർ കർണ ആഗ്രഹ കർണ. 2 നമ്മൾ പഠിച്ചു. ആംഗേം തരർണ ദേഷ്യപ്പെടുക, കണ്ണുരുട്ടുക. അപ്പൊ എന്താ? ക്രോധ് സേ ദേക്കിന ആംഗേം തരർണ. സങ്കേത് കർണ എന്താണ്? ഇശാരകർണ ആംഗ്യം കാണിക്കുക. ഞാൻ നുക്കുർ എന്ന് പറഞ്ഞാൽ അസഹമതി. ഇതിൽ ഏതൊക്കെ നോക്കൂ. ചാന്റെ ഉത്തരം വരുന്ന ഏതാ? ധാണ്. ഇത് തെറ്റാണ്.
ഇത് തെറ്റാണ്. അപ്പൊ ഇത് രണ്ടിലാണ് ചായം താഴെ. ഇനി രണ്ടാമത്തെ ആംഗേയം തരയർന്ന ഇതാ കണ്ണുരുട്ടുക, ദേഷ്യപ്പെടുക, ഏതാ വരുന്നത്? ധ ക്രോധിസെ, ഇതാണ് വരുന്നത്. അപ്പൊ ഇതിലേതാ വരുന്നത്? ഇതാ കണ്ടോ, ഇതാണ് വരുന്നത്. അപ്പൊ ഇത് തെറ്റാ. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? ശരിയായ ഉത്തരം ഘ ആണ്. നോക്ക്, ഷാന്റെ ഉത്തരം ആംഗേയം തരയർന്ന ക്രോധിസെ ദേക്കിന. അപ്പൊ ഉത്തരം ഏതാ? ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇനി വലിയ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഡയറി ചോദിക്കും, പട്കഥ ചോദിക്കും, പത്ര ചോദിക്കും, എന്താ പറയാ, വാർത്താലാപ് ബാത്ചീത് ചോദിക്കും. ഇത് നമുക്ക് അടുത്ത ഒരു പാർട്ടോട് കൂടിയിട്ട് പാർട്ട് 3 നമുക്ക് ചെയ്യാം. അതോട് കൂടിയിട്ട് ഈ പാഠം കംപ്ലീറ്റ് ആവും. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. താങ്ക് യു.